കേരളത്തിൽ ഈ സമീപ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറത്തുവന്ന വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ലഹരിക്കടിമകളായ കുട്ടികളും യുവാക്കളും വീടുകളിൽ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വന്തം അച്ഛനെയും അമ്മയെയും ഉറ്റവരെയും പോലും കൊലപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേട്ടു. എങ്ങനെയാണ് കേരളത്തിലേക്ക് ലഹരി എത്തുന്നത്? അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെയും ലഹരി മാഫിയ സിന്തറ്റിക് ഡ്രഗുകളടക്കം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കഞ്ചാവുമായി തായ്ലാന്റിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ഒരു യുവാവ് പിടിയിലായ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനായിരുന്നു അന്ന് കസ്റ്റംസിന്റെ പിടിയിലായത്. വൈശാഖ് ഈ കേസുമായി ബന്ധപ്പെട്ട് വൈശാഖിന് കൂടുതൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. വൈശാഖാണ് ഇപ്പോൾ ന്യൂസ് 8-നൊപ്പം ചേരുന്നത്. നമസ്കാരം. ഈ വൈശാഖ് കഴിഞ്ഞ ഒക്ടോബറിലാണ് കഞ്ചാവുമായി അല്ലെ ഹൈബ്രിഡ് കഞ്ചാവുമായി കസ്റ്റംസിന്റെ പിടിയിലാവുന്നത്. അതിനുശേഷം 45 ദിവസത്തോളം ജയിലിലായിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ? വൈശാഖിനെ ഈ ഡ്രഗ് എത്തിച്ചു തന്നത്, ഈ ലഹരി മാഫിയുമായി വൈശാഖിന് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ കേസിന്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ? സത്യത്തില് ഞങ്ങള് രണ്ടുപേര് ജോലിക്കായിട്ടാണ് പോയത് അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ വിസ, അതായത് തായ്ലാൻഡിലൊരു ഫ്രീ വിസ, ആ രീതിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയി എല്ലാം എത്തി. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ്, ട്രാവലിംഗ് ടിക്കറ്റ്, എല്ലാ റൂം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ജോലി ഒക്ടോബറിലാണ് പോകുന്നത്. അതായത് ഒക്ടോബറിൽ ലാസ്റ്റ് ഞങ്ങളുടെ ഓണം കഴിഞ്ഞിട്ട് 2-3 ദിവസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഹോട്ടലിൽ ജോലി, എനിക്ക് അവിടെ ഡ്രൈവിങ്ങും അങ്ങനെ പറഞ്ഞാണ്. എൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒറിജിനലായിട്ട് തന്നെ കൊണ്ടുപോയത്. എന്നെ പിടിച്ച സമയത്തും ഒറിജിനൽ ലൈസൻസ് എല്ലാം കസ്റ്റംസുകാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളവിടെ പോയി ഏകദേശം 8 ദിവസത്തോളം ഇന്ന് ജോലിയാവും നാളെയാവും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂമിൽ തന്നെ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളവിടെ പോയി കുറേ ഇവരെ വിളിച്ച്. അപ്പോൾ ഇവരെ കറക്റ്റ് വിളിക്കാൻ നമ്പറോ ഡീറ്റെയിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളല്ലാണ്ട് ഒരു പരസ്യത്തിൻ്റെ ആഡ് കണ്ട് അങ്ങനെ വിളിച്ചാണ് പോയത്. അതായത് ഫ്രീ വിസ അങ്ങനത്തെ രീതി വന്നപ്പോൾ കൊച്ചിയിലുള്ള വ്യക്തി, പുള്ളി കൊച്ചിക്കാരനൊന്നുമല്ല. പുള്ളിയുടെ സ്ലാങ് സംസാരമൊന്നും എനിക്ക് തോന്നുന്നു ഇതിൽ കോഴിക്കോടോ കാസർഗോഡോ അങ്ങോട്ടോ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്ലാങ് സംസാരമൊക്കെ ആയിരുന്നു. ഞങ്ങളവിടെ പോയിട്ട് അപ്പോഴൊരു 9ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ ജോലിയുടെ വിസ കറക്റ്റായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസായി ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ച് അവരുടെ അടുത്ത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങളവിടെ പെട്ടുപോയി. പുറത്തിറങ്ങിയാൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല, ഒന്നുമില്ല. ഇവർ ഫുഡ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് തരും. ഇവർ പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഫുഡൊക്കെ അപ്പോഴപ്പോഴും ഫുഡ് വരും. രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഷൗട്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ്, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടല്ല, ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം. അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്കുള്ള കോമ്പൻസേഷനും ഞങ്ങളുടെ ആൾക്കാർ നിങ്ങളെ വിളിക്കാൻ വന്നോളും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തായാലും വെറുകൈയോടെ വീട്ടിൽ പോകണ്ട, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കുള്ള ഒരു ട്രാവലിംഗ് ബാഗ് പെട്ടി താഴെ വന്നോളും എന്ന് പറഞ്ഞു. ഇതിനൊരു നമ്പരും പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇവർ വിളിച്ചു വിട്ട ഒരു ടാക്സിയിൽ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. നിന്നപ്പോഴാണ് അടുത്തൊരു ടാക്സിയിൽ ബാഗ് മാത്രമായിട്ട് വരണം. അവിടെ അങ്ങനെ പറ്റും. അതായത് നമ്മുടെ ഇവിടുത്തെ പോർട്ടർ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ പോലത്തെ അവിടെ ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിൽ അവർ കാറിൽ 2 പെട്ടിയായിട്ട് തന്നുവിടുകയാണ്. ഒരു തന്നു വിട്ടു. ഞങ്ങൾ ഈ പെട്ടിയും വാങ്ങി നേരെ കയറി അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇവിടെ നെടുമ്പാശ്ശേരി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ വരും പോലെ ഞാൻ വന്നു. കസ്റ്റംസുകാരുടെ ചെക്കിങ് ബാഗേജിലോട്ട് ബാഗ് വെച്ച് അവനും വെച്ച്, അവൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, ഞാൻ ബാക്കിൽ നിൽക്കും. അവൻ വെച്ച് ചെക്കിങ് കഴിഞ്ഞ് അവൻ പോയി. അത് ഞാൻ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് തുറക്കാൻ പറഞ്ഞു. ആ തുറക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ 1818 ആണ് നമ്പർ അടിക്കുന്നത്. നമ്പർ വർക്കാവുന്നില്ല. വീണ്ടും ഞാൻ നമ്പർ മാറിയെന്ന് വിചാരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവരെ വിളിക്കേണ്ട കോൺടാക്റ്റ് ഇല്ല. അവർ പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയാൽ മതി എന്ന്. ഇവർ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പർ അങ്ങനെ കാര്യങ്ങളിലാണ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് അപ്പോഴിങ്ങനെ ഓരോന്ന് തുറന്ന് ബാഗേജ് അവർ പൊട്ടിച്ച്, പ്ലെയറിട്ട് പൊട്ടിച്ച്
പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഫുള്ള് ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചോക്ലേറ്റ്, കോൺഫ്ലെക്സ്, പിന്നെ ലേസ് പോലത്തെ സംഭവം, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓരോന്നായിട്ട് എടുത്ത് ചെക്കിങ്ങിലിട്ടപ്പോൾ വീണ്ടും സ്കാനറിൽ 2 കോൺഫ്ലെക്സിൻ്റെ 2-3 പാക്കറ്റ് നോക്കിയപ്പോൾ എന്തോ ഗ്രീൻ കളർ അടിച്ചു. അപ്പോൾ അവർ എന്താണ് അതിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല സാറേ, തായ്ലാൻഡിൽ നിന്ന് വരെയാണ്. അത് എന്തിനാണ് പോയത്? ടൂറിസമാണ്. ഞാൻ പറഞ്ഞല്ല, ജോലിയുടെ ആവശ്യമായിട്ടാണ് പോയത്. അവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ കാര്യം. ഞാനും കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവ്. അത് അവരാണ് പറഞ്ഞത്, എനിക്കറിയില്ല ഹൈബ്രിഡ് കഞ്ചാവ്. അവർ ഇതേപോലെ ഈ ബാഗിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉള്ളത് വൈശാഖിന് അറിയാമായിരുന്നു? ബാങ്കോക്കിലോ? അല്ല, ഈ ബാഗിലുണ്ടായിരുന്നു. ബാഗിലുള്ള എനിക്കറിയില്ല. അറിയില്ല. കാരണം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടല്ല പോകുന്നത്, ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിനാണ് പോകുന്നത്. പക്ഷെ അവർക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരുന്നു, ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടതും കാര്യങ്ങളല്ല. അതെല്ലാം ഞാൻ വഴിയെ മനസ്സിലായി. ഇന്ന് വരെ ആയപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, അന്ന് കസ്റ്റംസ് പിടികൂടി അതിനുശേഷം പോലീസിനെ ഏൽപ്പിച്ചു? പോലീസിനെ ഏൽപ്പിച്ചില്ല, കസ്റ്റംസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് കോടതി നേരെ. അങ്ങനെ 45 ദിവസം. 45 ദിവസം. ഓക്കെ. ഈ ആരാണ് ഈ ബാഗില് ഈ കഞ്ചാവ് നിങ്ങൾക്ക് തന്നു വിട്ടത്? ഇത് അവിടെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്നുള്ളവർ അവിടെ പോയി നിന്നിട്ട്, കാരണം തായ്ലാൻഡിൽ ഇപ്പോൾ വിസ വേണ്ട. തായ്ലാൻഡിലേക്ക് പോകാൻ വിസ വേണ്ട, ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് റിട്ടേൺ ടിക്കറ്റ് കൂടി ചെയ്താൽ മതി. റിട്ടേൺ ടിക്കറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റിന് പോവുകയാണെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് കൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് തായ്ലാൻഡിലേക്ക് പോയാണ്. നിങ്ങളെ കൊണ്ടുപോയതും അങ്ങനെയാണോ? അങ്ങനെയാണ്. റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ആ റിട്ടേൺ ടിക്കറ്റ് പിന്നീട് ചെക്ക് ചെയ്ത് ഞങ്ങൾ കസ്റ്റംസുകാർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡമ്മി ടിക്കറ്റൊക്കെ ആയിരുന്നു. പക്ഷെ അതവിടെ പിടിച്ചിരുന്നാലും ഞങ്ങൾക്ക് പോക്കൂല് നടക്കൂലായിരുന്നു. ജസ്റ്റ് ടിക്കറ്റ് ഞങ്ങൾ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അത് അവർ അകത്തിരിക്കുന്നവർ നോക്കുമ്പോൾ ഓക്കെ, വേറെ അവർ അതിനെക്കുറിച്ച് വേറെ ഒന്നും ചെക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നോക്കുന്നു, ഓക്കെ വിടുന്നു. പക്ഷെ അത് ഡമ്മി ടിക്കറ്റ് ആയിരുന്നു, ഫേക്ക് ടിക്കറ്റാണ്. പിന്നീട് ഇവരെ നോക്കിയപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഏജൻസി, ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു, ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് പേരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ്. എല്ലാം തായ്ലാൻഡാണ്. ഈ തായ്ലാൻഡിലാണോ ഈ ലഹരിയുടെ കാരണം തായ്ലാൻഡ് ലീഗലാണ്. തായ്ലാൻഡ് ലീഗലാണ്. അവിടെ വേറെ കുഴപ്പമില്ല. കഞ്ചാവിന് വിലയും കുറവാണ്. കഞ്ചാവിന് വിലയും കുറവാണ്, ലീഗലാണ്. അത് ഇവിടുത്തെ കൊച്ചിയിലെ 24 ഓരോ ഷോപ്പ് ഉണ്ടല്ലോ, ചായക്കട പോലെ, അതുപോലെ അവിടെ ഷോപ്പുണ്ട് കഞ്ചാവിന്റെ തായ്ലാൻഡിൽ. കാരണം അവിടെ ലീഗലാണ്, അവർക്ക് അതൊരു കുഴപ്പമില്ല. ഇവിടെ കേരള സർക്കാർ മദ്യം വിൽക്കും പോലെയാണ് അവരവിടെ കഞ്ചാവ് വിൽക്കുന്നത്. ഇത്ര മണിക്കൂർ കേരള സർക്കാർ ഇവിടെ മദ്യം റോഡിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടിക്കും, അതുപോലെ തന്നെ അവരും റോഡിൽ വെച്ച് വാങ്ങിയിട്ട് റോഡിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പെറ്റി അടിക്കും. ആ രീതിയാണ്. അപ്പൊ നിങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ 2 പേരാണല്ലോ ഇവിടെ നിന്നും പോയത് തായ്ലാൻഡിലേക്ക്. ഈ പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു താമസം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കൂടാതെ വേറെയും യുവാക്കൾ ഉണ്ടായിരുന്നു, മലയാളികൾ? ആ ഹോട്ടലിൽ വേറെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂം ഉണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു, 2 മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. അവർ വന്നപ്പോഴത്തേക്കും അവർ വേറെ ആർക്കും വേണ്ടി റൂം എക്സ്റ്റെൻഡ് ചെയ്യണം, പക്ഷെ അത് കപ്പിൾസ് ആയിരുന്നു, ഫാമിലിയാണ്. അവർ ടൂർ പാക്കേജ് നടത്തുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുണ്ട്. നിങ്ങളെ ഈ വിസ തട്ടിപ്പ്, നമുക്ക് വിസ ആയിരുന്നു, വിസ തട്ടിപ്പ്. അതായത് ജോലിയുടെ ഇതില് ഫ്രീ വിസ എന്നുള്ള 1 രൂപ പോലും ഞങ്ങൾ മുടക്കണ്ട എന്നൊക്കെ പറയും. ഇന്ന് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകണം, ഒന്ന് സൂക്ഷിച്ചോളണം. പഠിക്കാനാണെന്ന് പറഞ്ഞിരുന്ന വിടണായിരുന്നാലും ഒന്ന് നോക്കിക്കൊള്ളണം. കാരണം ശ്രദ്ധിക്കണം, എല്ലാവരും അതുപോലെ എന്നല്ല പറയണത്, അല്ലാണ്ട് പോണവരുണ്ട്. ഞാൻ ഒരുപാട് ആഡൊക്കെ കണ്ടിട്ടുണ്ട് പരസ്യം ഇപ്പോൾ. അതായത് 1 രൂപ പോലും ഞങ്ങൾ തരണ്ട, ഫുൾ ചിലവ് ഞങ്ങൾ നോക്കിക്കോളാം. നമ്മുടെ ഫുൾ ചിലവൊന്നും അവർക്ക് നോക്കേണ്ട എന്ത് ആവശ്യമാണ്? ഞാൻ അതിന്നാണ് മനസ്സിലാക്കണം. ഞാൻ പോയി ഒരു കാര്യത്തിൽ പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണം, ഞങ്ങളെ ഫുൾ ചിലവ് നോക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പൊ ഈ വൈശാഖ് പിടിയിലായ കഞ്ചാവ് കേസ്, കഞ്ചാവ് കേസിൽ വൈശാഖ് മാത്രമാണോ? അതിന്റെ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല? കൂടുതൽ അല്ലാണ്ട് പുറത്തൊക്കെ നല്ല അന്വേഷണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈശാഖിന് ഈ ലഹരി കഞ്ചാവ് തന്നുവിട്ടവരിലേക്ക് അന്വേഷണം എത്തിയില്ല?
ഇവിടുത്തെ ഈ ഏജൻസിയിലേക്ക് അന്വേഷണം എത്തി? കാരണം കൂടുതൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. അല്ല, ഈ ഏജൻസിയെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞില്ലായിരുന്നു? ആ, അവരെ ചോദ്യം ചെയ്യാൻ ഏജൻസി ആയിട്ടല്ലായിരുന്നു. എനിക്കൊരു നമ്പർ, ഒരു കോണ്ടാക്ട് നമ്പർ വന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊച്ചിയിലുള്ള ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല, കൊച്ചിയിലുള്ള ഒരാളുടെ നമ്പർ തന്ന് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് പോണത്. അവരെ കോണ്ടാക്ട് ചെയ്ത് വിസ തന്നതാരാണ്? വിസ തന്നിട്ടുള്ള വേറെ എനിക്കിവിടെ അറിയാന്നുള്ള വേറൊരു വ്യക്തിയാണ്. എനിക്ക് അത്ര അവനും പെട്ട ഒരു രീതിയാണ്. അവനും അടുത്ത് ഇവരെ ഇതിൽ പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എന്നെ മാറിയത്. ആദ്യം ഞാനാണ് പോയത്. അങ്ങനെയാണ്. അപ്പൊ അവർക്ക് ഇതിലൊരു റോളില്ല. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയതാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് 4.5 കിലോളം കടത്തിക്കൊണ്ട് വന്നല്ലേ? ഒരു കിലോ കഞ്ചാവിന് അവിടെയും ഇവിടുത്തെയും വില എത്രയായിരിക്കും? വില എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വില കുറവാണ്. എന്തായാലും നല്ല വില കുറവാണ്. കാരണം ഞങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് റൂമിന് പുറത്തു വല്ല അവിടെ ഇറങ്ങാൻ പറ്റില്ല അവസ്ഥ. കാരണം ഞങ്ങളെ പൈസ ഇല്ലല്ലോ, ഞങ്ങളോട് ഒന്നുമില്ല. അത് ഞങ്ങളിരിക്കുന്ന എനിക്ക് തോന്നുന്നു 400 ചില്ലറ ഇന്ത്യ മണി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് പോയത്. ഒരു വലിയ ഒരു ലഹരി മാഫിയ തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ, ഉറപ്പായിട്ടും. ഇത് ഇവിടെ എത്തിച്ചിട്ട് ഇതിന്റെ ഇടപാട് വൈശാഖനോട് ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പ്രതിഫലം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിരുന്നോ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളത് ഡ്രഗ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇല്ല, വീട്ടിലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, നിങ്ങൾ തിരിച്ചു പോലെ വെറുതെ പോണ്ട, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നു വിട്ടത്. അങ്ങനെ കൊണ്ടുവന്ന് അവനെ ചെക്കിങ് കഴിഞ്ഞ് അവൻ ഇറങ്ങി. അവന് വേറെ കുഴപ്പമില്ലായിരുന്നു. എനിക്കൊന്നും അതിനത് കാണൂല. അപ്പൊ അവൻ വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ അതിനെ തുടർന്ന് അവന്റെ വീട്ടിലും പോയി, പോലീസ് പോയി ചെക്കിങ് ഒക്കെ നടത്തി, എല്ലാം നടത്തി. ഇത് പറഞ്ഞാൽ ആ പെട്ടിയും ചോക്ലേറ്റും അല്ലാതെ അവെല്ലാം കാണിച്ചു കൊടുത്തു. അല്ലാണ്ട് വേറെ ഒന്നും അവൻ്റെ നിന്ന് കിട്ടിയിട്ടുമില്ല, ഒന്നുമില്ല. അവനും വേറെ ഒന്നുമില്ല. പിന്നെ ഇവര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പുറത്ത് വരുമ്പോഴത്തേക്ക് ആള് വരും, വിളിക്കാൻ വേണ്ടിയിട്ട് ആള് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിമാനത്താവളത്തിൽ എയർപോർട്ടിന്റെ പുറത്ത് ഞങ്ങൾ പോയി നിന്നാൽ മതി. അവിടെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആള് വരും, വന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുള്ളൂ. പോയിട്ട് പുറത്ത് പോയിട്ട് സിം ഇട്ടാൽ മതി എന്ന് പറയും, കോള് വന്നോളൂ എന്ന് പറയും, വിളിക്കാം എന്ന് പറയും. കാരണം ഇവര് ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോണവരെ കറക്റ്റ് എല്ലാ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ അവിടെ എത്തിയതിനു ശേഷം പിന്നെ കറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ഒരു വിളിച്ചാ എടുക്കൂല, അങ്ങനെയൊക്കെ. ഞങ്ങളവിടെ വെച്ച് നല്ല പേടിച്ച്. ഇതുപോലെ നിരവധി പേര് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും പലര് അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇതിപ്പോ എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു അവിടെ പെട്ട് കിടക്കുമ്പോഴേ, സ്വന്തം നാടല്ല, ഇപ്പം അറിഞ്ഞാൽ പോലും സ്വന്തം നാട്ടിലോട്ട് നീ ഇത് കൊണ്ടുപോയാലും നിന്നെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വിടുള്ളൂ എന്നൊരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ് അവൻ കൊണ്ടുവരും. കാരണം അവനവൻ്റെ സ്വന്തം നാട്ടിൽ എത്തിയാൽ മതി അങ്ങനെയൊക്കെ. ഇപ്പൊ എൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് പറയാണ്, നിനക്കിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകണം, നീ ഇത് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ പറ്റൂ, നമുക്ക് നാട്ടിൽ എത്തണ്ടേ. അങ്ങനെ പലരും എത്തും. ഇതുപോലെ നിരവധി ഏജൻസികൾ കാണുമായിരിക്കും അല്ലേ? ഒരുപാട് പേരുണ്ട്. ഞാൻ പകുതി മാസത്തോളം ആയപ്പോഴത്തേക്ക് തന്നെ വേറൊരു കേസിൽ പ്രതി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക്. അതറിയില്ല, ഇവരാണോ ഇല്ലെന്ന് അറിയില്ല. കുറെ പേര് സംസാരിക്കാൻ പറ്റി? ഇല്ല, ഞാൻ ഇറങ്ങണതിന്റെ അന്നാണ് വരുന്നത്. പുള്ളി വേറെ സെല്ലായിരുന്നു, കൂടുതലൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല. ലഹരി മാഫിയയുടെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നോ? രീതി എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇവിടെ എല്ലാരും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പൊ കൊച്ചിക്കാരാണ് എല്ലാരും പറയണത്. ലഹരി എന്ന് പറയുന്നത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ എന്ന് വെച്ചാലേ, ഒരിക്കലും കൊച്ചിക്കാരെ ഇതില് ഒന്നും പറയരുതാരും. അവർക്കതിൽ ഒരു ഇൻവോൾവും ഇല്ല. അവരവരെ കാര്യം നോക്കി. കൊച്ചിക്കാർ നോർമലി നമ്മൾ പുറത്തിറങ്ങി രാത്രി നൈറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ആ 10 പേരും ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരും പല സ്ഥലത്തുള്ളവരാണ്. അതിൽ കൊച്ചിക്കാർ കാണൂല. വെറുതെയാണ് എല്ലാരും ചുമ്മാ കൊച്ചിയാണ് അങ്ങനെ ഇങ്ങനെയെന്ന്. സത്യം പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ളവരാണ് വന്ന് കിടക്കുന്നത്. ജയിലിൽ വെച്ച് നിരവധി ആളുകളെ പരിചയപ്പെടാൻ പറ്റില്ലോ, പ്രതികളെ. ഇതില് ലഹരി കേസിൽ പ്രതികളാണ് കൂടുതലും. അവരുടെയൊക്കെ ഒരു രീതിയാണ് ഈ ലഹരി മാഫിയയിൽപ്പെട്ടവരാണോ അതോ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടവര് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു? അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അന്യസംസ്ഥാനക്കാരാണ്. വെറുതെ ഒരാവശ്യമില്ലാതാണ് കേരള സർക്കാർ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. അവരുടെ അടുത്ത് ആരെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞും കൂടാ. അവരുടെ സ്വന്തം നാട്ടിൽ നിന്നാണ് ലഹരി എത്തിക്കുന്നത്. അവർ സ്വന്തം നാട്ടിൽ നിന്നാണ്. അത് ബോധപൂർവം തന്നെ കൊണ്ടുവരുന്നതല്ല. അത് ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ വെച്ച് തന്നെ കൊണ്ടുവരുന്നത്. ഇവരവിടെ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് അവരെ
ഇവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇത് പിടിക്കപ്പെടുമ്പോൾ അവന്മാരിവിടെ അകത്താവുകയും ചെയ്യും. വിദ്യാർത്ഥികളും ഉണ്ട്. വിദ്യാർത്ഥികളെ പിടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണവരായിരിക്കും. അതായത് 1 ഗ്രാം 2 ഗ്രാം പരിചയപ്പെടാൻ പറ്റി. അവരെല്ലാം യൂസ് ചെയ്യണവര്. വിൽപ്പനയൊന്നുമില്ല, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിവിടെ പഠിക്കാൻ പറഞ്ഞ പിള്ളേരായിരിക്കും. കാരണം ഇപ്പൊ കൊച്ചിയിൽ ഒരുപാട് 6 മാസത്തെ കോഴ്സ്, 4 മാസത്തെ കോഴ്സ്, ഇങ്ങനെ പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഈ പാവം ഓരോ മാതാപിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിടും. 6 മാസത്തെ കോഴ്സ്. ഒത്തിരി പേരുണ്ട്. എന്നും കരച്ചിൽ കാണാൻ സമയമുള്ളൂ, രാത്രിയാവുമ്പോൾ സമയമാകുമ്പോഴത്തേക്ക്. കാരണം ഏറ്റവും കൂടുതൽ പെട്ടവരാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പുറത്തു പോയാൽ മതി എന്നുള്ള രീതിയിൽ. ഒരിക്കൽ പോണവരൊരിക്കലും തിരിച്ച് ആവർത്തിക്കൂല. ഡ്രഗ്സ് കേസിൽ അവരെ അതോടെ നിർത്തിക്കോളും. അല്ല, ഇപ്പൊ ഇതിനകത്ത് വൈശാഖിന് ഒരു 45 ദിവസം കഴിഞ്ഞ് ജയിലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു, ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇതുപോലെ തന്നെ ലഹരി കേസിൽ പുറത്തിറങ്ങിയാൽ പിന്നെ ഇത്രയല്ല കാര്യമുള്ളതല്ലേ പൊതുവെ ആളുകൾ എല്ലാരും വിചാരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സ് കേസിന്റെ ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ പിടിക്കുമ്പോൾ അത് പിടിക്കുന്നതിന്റെ കാരണം ഒരു 4 ഗ്രാമോ 5 ഗ്രാമോ പിടിക്കുകയാണ്. പിടിച്ച് ഒരു 40-45 ദിവസത്തിൽ ജാമ്യത്തിൽ ഇറങ്ങും. അപ്പോൾ പുറത്ത് നിൽക്കുന്നവർ നോക്കുമ്പോൾ കഞ്ചാവ് കേസിനെ പിടിച്ചിട്ട് അവ ഇത്ര ദിവസത്തിനകത്ത് ജാമ്യം ഇറങ്ങിയ ഇങ്ങനൊരു ചിന്ത വരും. അപ്പോൾ അയ്യോ കേസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അത്രയല്ല. ഇനി ഇതിപ്പം ജാമ്യത്തിലാണ് നിൽക്കുന്നത്. ഈ ജാമ്യം കഴിഞ്ഞ് ഇനി ഒരു കേസ് വിളിക്കുന്നുണ്ട്. 4 വർഷം 5 വർഷം ആകുമ്പോൾ കേസ് വിളിക്കും. അന്ന് ചിലപ്പോൾ ശിക്ഷ അടിക്കാം 8-9 വർഷത്തേക്ക്. അത് പിന്നെ അറിയുള്ളൂ. ഇപ്പൊ ആർക്കും അത് അറിയാം. ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ടതിന്റെ ഒരു നാണക്കേട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇന്നും. ഈ വൈശാഖിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട്. എനിക്ക് എന്റെ അമ്മ, അനിയത്തി, ഞാൻ, അച്ഛൻ മരിച്ചു പോയിട്ട് 4 വർഷമാണ്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്റെ പേരിൽ ഇന്നേ വരെ ഒരു കേസ് പോലും ഇല്ല. ഒരു പെറ്റി കേസ്. ഞാൻ ഹെവി ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്ന വലിയ വണ്ടി, നാഷണൽ പെർമിറ്റ്. ഇപ്പോഴും ഞാൻ ജോലി എടുത്ത് തന്നെ ജീവിക്കുന്നത്. ഇന്നും എന്നെ എവിടെ ചോദിച്ചാലും ഞാൻ ഉറപ്പ് പറയാം, എവിടെ ചോദിച്ചാലും ഞാൻ ലോറി ഇടയ്ക്ക് ആംബുലൻസ് ഓടിക്കുമായിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഞാൻ ജോലി ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഡ്രൈവിംഗായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലി ഞങ്ങൾക്ക് വന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുറത്തോട്ട് പോകണമെന്ന് ഭയങ്കര പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കേസ് വേറെ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, അതുകൊണ്ട് ഇത് വേണമെന്ന് പറഞ്ഞു ഇവർക്കെല്ലാം എടുത്തു കൊടുത്ത്. ഇത് കേസില്ലാത്തതിൻ്റെ തെളിവ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു ഇവർക്ക്. ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജാമ്യം കിട്ടി. അതിനുശേഷം ഏതെങ്കിലും ലഹരി സംഘങ്ങളെ വൈശാഖിനെ സമീപിച്ചിട്ടുണ്ടോ ഈ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി? അല്ലാണ്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഇട്ട് ഇതെങ്ങനെ കൊണ്ടുവരണേ. അതായത് കേരളത്ത് അപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഫേമസ് ആയി വന്നു. ഈ സാധനം ഹൈബ്രിഡ്, അത് നോർമൽ കഞ്ചാവല്ല, പുറത്തുനിന്ന് പറഞ്ഞ കഞ്ചാവായതുകൊണ്ട് അതിന് ഭയങ്കര. അപ്പോൾ എന്നെ ഇടയ്ക്ക് അല്ലാണ്ടൊക്കെ അറിയാമെന്നുള്ളവരെ വിളിച്ചിട്ട് ഞാൻ തൊഴുതു പറഞ്ഞു, എന്നെ ഇതിന് വിളിക്കില്ല. കാരണം ഒന്നാമത് കേസിന്ന് ജാമ്യം കിട്ടി. ഞാനിപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് നോക്കണേ. എനിക്ക് കൂടുതൽ ഇതിലോട്ട് പോകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത്, പലരെയും കോണ്ടാക്ട് ചെയ്ത് എനിക്കിത് വേണേൽ വർദ്ധിപ്പിച്ച് എനിക്ക് വേറെ രീതിയിലും. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിക്കും. കാരണം ഇപ്പോൾ നോർമലി എൻ്റെ നാട്ടിലായിരുന്നാലും എൻ്റെ കേസ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഇന്ന് എല്ലാവരുടെ കണ്ണിൽ ആ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതൊന്നും എനിക്ക് മാറണം എന്തായാലും. കാരണം ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ കുറ്റക്കാരനാവേണ്ട ആവശ്യമില്ല. ഞാൻ അത് ചെയ്തിട്ടാണ് എന്നെ പറയണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അവര് അന്വേഷിക്കേണ്ട ആവശ്യം. ഈ ലഹരി സംഘങ്ങൾ ഭീഷണിയുണ്ടോ? കാരണം അന്ന് ഇപ്പോൾ ഈ അവർക്കെതിരെ മൊഴി നൽകാതിരിക്കാനോ മറ്റോ ഏതെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ? ഭീഷണി ചിലപ്പോഴും ഇന്നേക്ക് ശേഷം ഇനി വന്നേക്കാം ചിലപ്പോഴും. പേടിയുണ്ടോ? പേടിയുണ്ടെന്ന് വെച്ചാൽ, കാരണം ഞാൻ ജീവിക്കാല്ലേ അടക്കണേ, എനിക്ക് പേടിയുണ്ട്. പേടിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഇത് വരും, സ്വാഭാവികമായിട്ട് അവരെ മനസ്സിൽ ഇപ്പൊ പേടി വരും. ഇനി ഇതില് അല്ല, എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും വൈശാഖ് ജയിലിലായത് ഈ ലഹരി കേസിലാണ്. വൈശാഖിനെ കുടുക്കിയ അവരെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടേ? അവരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയുള്ളവരാണെങ്കിലും ചെറിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരാണെന്നുള്ള കറക്റ്റ് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും മൊഴി കൊടുത്തായിരുന്നു. മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കസ്റ്റംസ് അന്വേഷിക്കാതെ? കസ്റ്റംസുകാർ മൊഴി കൊടുത്ത് അവര് നല്ല നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ചെയിനാണിത്, വലിയൊരു ബെൽറ്റാണ്. കുറച്ച് പാട്. അത് നമ്മളെ ഇവിടെ ഒരു സ്റ്റേറ്റ് മാത്രം വിചാരിച്ചത് നടക്കൂല. ഇപ്പൊ ഇങ്ങോട്ടുള്ള ഡ്രഗ് നമ്മുടെ കേരള സർക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇപ്പൊ നോർമലി ഡ്രഗ്സ് കേസ് വന്നപ്പോൾ തന്നെ കേരള സർക്കാരിനെ എല്ലാവരും കൂടി കുറ്റം പറയണം. ഇതിപ്പോ ഏത് സർക്കാർ ഇരുന്നാലും ഇത് തന്നെ അവസ്ഥ.
വെളിയിലുള്ള സ്റ്റേറ്റിന്റെ സപ്പോർട്ടുണ്ട്. ഇപ്പൊ ഞാൻ തായ്ലാൻഡിൽ നിന്ന് വന്നു. തായ്ലാൻഡ് ലീഗലാണ്. തായ്ലാൻഡിൽ ഒരു കുഴപ്പമില്ല, അതിങ്ങോട്ട് വരെയാണ്. അത് നമ്മുടെ സർക്കാർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാനൊന്നും പോലില്ല. ഒരു 3 സ്റ്റേറ്റ് ഒരുമിച്ച് ഇപ്പോൾ മെയിനായിട്ട് ബാംഗ്ലൂർ, ആന്ധ്ര കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിൽ സാധനം വരും. ഇപ്പൊ അതുപോലെ ഈ ലഹരിക്കടത്തിന് രീതി മാറിയിട്ടുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊറിയർ വഴി ലഹരി എത്തിക്കും. കൊറിയർ അതെന്തുകൊണ്ടായിരിക്കാം? ഇതുപോലെ പിടിക്കപ്പെടുന്നതുകൊണ്ടാണോ? ഉറപ്പായിട്ടും. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ എന്നെ പിടിച്ചതിന് ശേഷം ഒരുപാട് വ്യക്തികളെ പിടിച്ചു. കൊറിയർ വഴി അതോ ഈ അല്ലാണ്ട് പാഴ്സൽ 3 പേര് അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. 3 പേര് ഒരുമിച്ച് പിടിച്ച് നമ്മുടെ മലപ്പുറത്തെ കോഴിക്കോട് എന്തുള്ള പിള്ളേരായിരുന്നു. അവരും ചെറുപ്പക്കാരാണ്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എനിക്ക് ഒരു 24 ഏജേ ഉള്ളൂ. എന്നെ പോലെ തന്നെ 24, 26 ഇങ്ങനത്തെ ഏജിലുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. ഒരിക്കൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രത്യേകിച്ച് നിങ്ങൾ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ലഹരി മാഫിയയിൽപ്പെട്ടവരും സ്വാഭാവികമായിട്ടും ജയിലിൽ കാണുമല്ലോ. അങ്ങനെ അവര് നിങ്ങളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് സംസാരിക്കും. ആർക്കും ഇതുവരെ അവർക്കും മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. അവര് വീണ്ടും ചെയ്യും. അല്ല, ഇതുപോലെ കടത്തിക്കൊണ്ട് വന്നവർ മാത്രമായിരിക്കുമോ? ഇതിലെ പ്രധാനികൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? പ്രധാനികളായിട്ട് അങ്ങനെ കുടുങ്ങിയിട്ടില്ല. പ്രധാനികൾ എന്നവരെ എല്ലാം താഴേക്കിടയിലുള്ള അതാണ് പറഞ്ഞു. ഇപ്പോ പോലീസ് 4 ഗ്രാം 5 ഗ്രാം പിടിച്ചിരുന്നാലും അതോടെ ആ പിടിക്കുന്ന വ്യക്തിയെ മീഡിയക്ക് കൊടുത്ത് അവനെ പബ്ലിസിറ്റി ആക്കി അവന്റെ ലൈഫും സ്പോയിൽ ചെയ്ത് അതോടെ കേസ് വിടുകയാണ്. ഇതിന്റെ മുകളിലോട്ടുള്ള ഒന്നിനും പോണില്ല. ഇപ്പൊ 4 ഗ്രാം എന്നെ ഒരു 4-5 ഗ്രാം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ വെറുതെ ഒരു 10 പേര് അവിടത്തെ നാട്ടുകാർ അത്രയും കൂട്ടി ഒരു വീഡിയോ എടുത്ത് ആ പിടിച്ച സാധനത്തിനെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് വിടെയാണ്. അത് വെച്ച് അവരെ അങ്ങ് ആഘോഷിക്കും. ഇതിനപ്പുറം ഒരു അന്വേഷണം ഇല്ല എന്താണ് ഏതാണെന്നുള്ളത്. ഇപ്പൊ MDM ആണെങ്കിലും ഞാൻ അകത്ത് ആയിരുന്ന സമയത്ത് അവിടുത്തെ സംസാരം വെച്ച് എനിക്കറിയുന്നുണ്ട്. MDM ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ വാർത്ത കേൾക്കാന്നുള്ള തന്നെ. സ്ലീപ്പർ ബസ്സിൽ വരുന്നത് പിടിച്ചു, അങ്കമാലിയിൽ വെച്ച് പിടിച്ചു, അങ്ങനെയൊക്കെ. ഞാൻ അവിടെ കിടന്നപ്പോൾ ഏറ്റവും കൂടുതൽ അങ്കമാലി സൈഡിൽ നിന്നാണ് ഡാൻസ് ഓഫുകാർ പിടിക്കാനാണ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. അല്ല, ഇവിടെ ആലുവ ജയിലിലല്ലേ? ആലുവ സബ് ജയിൽ. അവിടെയും ഈ MDMA കടത്തിക്കൊണ്ടുവന്നവരെ പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട്. വിദ്യാർത്ഥികളാണോ അതോ? വിദ്യാർത്ഥികളായിരുന്നു. ബാംഗ്ലൂർ പഠിക്കാൻ? ബാംഗ്ലൂരിൽ കൊച്ചി പഠിക്കുന്നവര് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകുന്നു. ഇവിടുന്ന് ആരെങ്കിലും വിടണയാണ് അവരെ. എവിടെയുള്ളവർ വിടുന്നതാണ്. അതാരാണെന്ന് അവർക്കറിയാമോ? അവർക്കറിയായിരിക്കും. ചിലപ്പോ അവര് പറയൂല. അവർ ചിലപ്പോൾ പേടിച്ചിട്ട് പറയൂല ചിലര്. പിന്നെ ചിലര് ഇത് യൂസ് ചെയ്യണതിന്റെ അടിമകളായി കഴിഞ്ഞാൽ അവര് പറയൂല. പക്ഷേ ഈ ജയിലിനകത്ത് ലഹരി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ജയിലിനകത്ത് എല്ലാം അങ്ങനെ പഴയതുപോലെ എളുപ്പമൊന്നുമില്ല. ഇല്ല. അപ്പൊ ഈ ജയിലിനകത്ത് 45 ദിവസം ആയി കഴിഞ്ഞാൽ സ്ഥിരമായി ഇതിന്റെ ഒരു അടിമകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റുകളായിട്ടുള്ള അവരൊക്കെ പലതും കാണിച്ചു കൂട്ടുന്നു. എങ്ങനെയായിരിക്കും അവരുടെ ഒരു സ്വഭാവം? പേടിച്ചാണ് ചിലരെടുത്ത് കിടക്കുന്നത്. ചില സമയത്ത് പുതിയ അഡ്മിഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വയലന്റ് ഒക്കെ ആവും. ലഹരി കിട്ടാതെ ആകുമ്പോൾ അത് കൊണ്ടിടുമ്പോ ആദ്യം കുഴപ്പമില്ല. അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ വെറുതെ ഞങ്ങളുടെ ദേഷ്യം. ജയിലിനകത്ത് വെച്ചാൽ അവരൊരു രീതിയുണ്ട്, ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അവർക്ക് അവരവരുടെ കാര്യം അവരൊരു കഴിക്കണ പ്ലേറ്റ് അവരൊരു കഴി വെക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇവരുടെ രീതി എങ്ങനെയാണ്? ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന രീതി ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ ദേഷ്യം. അങ്ങനെ ഇങ്ങനെ വയലന്റ് ആവുന്നവരുണ്ട്. പിന്നെ ഞങ്ങള് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് സെല്ലിനെ മാറ്റും. അങ്ങനെയൊക്കെയാണ്. ഈ ലഹരി കേസിൽ പിടിയിലാവുന്നവരോടും മറ്റ് ക്രിമിനൽ കേസുകൾ പിടിയിലാവുന്നവരോടുള്ള ജയിൽ അധികൃതരുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? ഞാനൊക്കെ കയറിയപ്പോൾ എൻ്റെ പേരിലൊന്നും ഒരു കേസും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് അതിനകത്തുള്ളൊരു സംസാരം. സോഫ്റ്റ് എന്ന് വെച്ചാൽ അല്ല, ആദ്യമേ ഒരു സോഫ്റ്റ് ആയിട്ടൊന്നും നമ്മുടെ നിൽക്കില്ല. നമ്മൾ ആദ്യം പോകുമ്പോഴേ നമ്മൾ നോക്കും നമ്മളെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നെ പിടിച്ച സമയത്ത് ആദ്യം ചോദിച്ചു, നിനക്ക് വേറെ കേസൊന്നുമില്ല, മാന്യമരിക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ചെറിയ വിളിച്ചും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതേപോലെയാണ്. അല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിൽ പോയായിരുന്നോ? പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇവര് ലഹരി കേസിൽ പിടിയിലായാലും ഒരു ക്രിമിനൽ എന്ന രീതിയിലാണോ നാട്ടുകാർ? ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും. അങ്ങനെ തന്നെ. അതിനെങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാലേ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഞാൻ പെട്ടോയില്ലേ, പെട്ടുപോയിട്ട് ഇനിയിപ്പോ അവരെയൊക്കെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പുറത്തിറങ്ങും. ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങിയ കാര്യങ്ങൾ. ഞാൻ അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോ ആൾക്കാർ പറയും
ഞാൻ പിടിച്ച് നാണക്കേട് കൊണ്ട് ഞാൻ അകത്തിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും മറിഞ്ഞിരിക്കേണ്ട ഒരു ഈ ആവശ്യം. ലഹരി കേസിൽ പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ലഹരി കടത്തുന്നവരുണ്ട്, ഈ ചെറുപ്പക്കാരൊക്കെ. അവരോട് എന്താ പറയാനുള്ള വൈശാഖിന്? പ്രത്യേകിച്ച് വൈശാഖിന് ഈ 45 ദിവസം ജയിലിൽ കിടന്നതിന്റെ അനുഭവമൊക്കെ വെച്ച് എന്താ പറയാനുള്ളത്? 45 ദിവസം ജയിലിലല്ല, 45 ദിവസം ചിലപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഇവിടത്തെ പിള്ളേർ വിചാരിക്കും വേറെ 45 ദിവസമല്ലേ കിടന്നിട്ട് ഇറങ്ങിച്ച, പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസം ഇല്ലെങ്കിൽ ഞങ്ങളെ ലൈഫ് സെറ്റിൽഡ്, ഈ ഒരു ചിന്ത വരും. അതായത് പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസം തന്നെ ജാമ്യം എടുത്ത് ഇറങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, ലൈഫ് രക്ഷപ്പെടും. പക്ഷെ അങ്ങനെയല്ല. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, 45 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്നു, അതും നമ്മുടെ ബി ക്വാണ്ടിറ്റി ആണെങ്കിൽ മാത്രം. ഇന്റർമീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ കഞ്ചാവിന് 20 കിലോയാണ് ഇന്റർമീഡിയം ക്വാണ്ടിറ്റി. 20 കിലോയ്ക്ക് 21ാമത്തെ കിലോ ആണെങ്കിൽ എങ്ങനെ വരുന്ന 150-200 ദിവസം കഴിയണം. അത് ചിലപ്പോൾ തന്നെ ജാമ്യം കിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ഏകദേശം 1 വർഷത്തോളം ഒരു ചെറുപ്പക്കാരൻ കിടപ്പുണ്ട് ആലുവ സബ് ജയിലിൽ. 1 വർഷത്തോളം. അത് അവൻ ഒരു സുഹൃത്തിന്റെ കാറ് വാങ്ങിയിട്ട് പോയതാണ്. സുഹൃത്തിന്റെ കാറ്. ആ സുഹൃത്ത് MDMA യൂസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. സുഹൃത്തിന്റെ MDMA ഈ കാറിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ആ സുഹൃത്ത് കച്ചവടം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവ ഇത് അറിയുന്നില്ല, അവ ഇത് യൂസ് ചെയ്യുന്നില്ല. വളരെ പഠിക്കുന്നതും കാര്യങ്ങളും B.Ed എന്തൊക്കെയാണ്, എന്നെക്കാളും കുറച്ച് ഏജൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. അവൻ ഈ കാറ് വാങ്ങിയിട്ട് പോയി. ചെക്കിങ്ങിന്റെ ഇടയിൽ ഇവൻ പിടിക്കപ്പെട്ടപ്പോൾ പ്രതിയായത് ഇവൻ. ഇപ്പോൾ എങ്ങനെ വരുന്ന ഞാൻ ഇപ്പം ഇറങ്ങിയിട്ട് 5 മാസമാണ്, എങ്ങനെ 1 വർഷത്തിന് വെളിയിലായി. 1 വർഷവും ഒരു 3 മാസം എടുക്കും എൻ്റെ കണക്കിൽ. ഇപ്പോൾ ഇതുവരെയും ജാമ്യം കിട്ടിയിട്ടില്ല. അല്ലാതെ MDMA കേസുകൾക്ക് അങ്ങനെ MDMA കേസല്ല, അത് C ക്വാണ്ടിറ്റി ആയിരുന്നു. 58 ഗ്രാമോ 59 ഗ്രാമോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ അത് പബ്ലിക്കിൽ പോലീസുകാരായിരുന്നാലും പറഞ്ഞു കൊടുക്കണില്ല. ഇത് പിടിക്കുന്നു, നേരെ എടുത്ത് റിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരൊരു മീഡിയ അല്ലെങ്കിൽ അവർക്ക് പറയാന്നുള്ളേ ഉള്ളൂ ഇങ്ങനെയാണ് കേസിന്റെ കാര്യം. സത്യം പറഞ്ഞാൽ നിയമം അറിഞ്ഞൂടാ. നിയമം വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയണ്ടേ. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ തന്നെ ഉണ്ട്. ചെയ്തു കഴിഞ്ഞാൽ നമ്മളകത്താണ്. പക്ഷെ എനിക്കായിരുന്നല്ലോ ധാരണ ആയിരുന്നല്ലോ അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പുറത്താർക്കും അറിഞ്ഞൂടാ. ഇതിപ്പം ഇന്റർമീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, ABC ഇതാണ്. എന്ന് വെച്ചാൽ ചെറിയ ഗ്രാമം, ശകലം. ഇപ്പൊ കഞ്ചാവിന്റെ ഇതിലായിരുന്നു ശകലം 2 പൊട്ട് കയ്യിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടും. 4 ഗ്രാം 5 ഗ്രാം 20 ഗ്രാം വരെ പിടിച്ചു കഴിഞ്ഞാൽ 35 ദിവസം 45 ദിവസം 65 ദിവസം ഇതാണ് ജാമ്യം കിട്ടാണ്ടത്. C ക്വാണ്ടിറ്റി വെച്ചാൽ 20 ഗ്രാമിന് മുകളിൽ, അതായത് 25 21 മതി. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസിന്റെ രീതി പോലെ ഇരിക്കും. ജാമ്യം കിട്ടാൻ എങ്ങനെ പോയിരുന്നാലും 180 ദിവസത്തോളം ആവും. അതുവരെ ആ വെളിയിൽ ഇത്രയും ദിവസം പാറി പറന്ന് നടന്ന വ്യക്തി ആ 150 ദിവസം ആ ഗ്രില്ലിനകത്ത് തന്നെ. ഇതാണ് വൈശാഖ് ലഹരി കേസിൽ തായ്ലാന്റിൽ നിന്നും കഞ്ചാവ് എത്തിച്ച കേസിൽ 45 ദിവസത്തോളം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ്. ജയിലിലെ അനുഭവങ്ങൾ വിവരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ പല ജയിലുകളിലും ലഹരി കേസിൽ പിടിയിലായ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ഭാവി ജീവിതം തന്നെ തകർന്ന അവസ്ഥയുണ്ട്. ഇതോടൊപ്പം കേരളത്തിൽ വലിയൊരു ശൃംഖല തന്നെ ലഹരി കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വൈശാഖിന്റെ അനുഭവങ്ങളിലൂടെ വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ സിന്തറ്റിക് ഡ്രഗുകളടക്കം കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ കടത്തുന്നവരെ, ലഹരി എത്തിക്കുന്നവരെ മാത്രമാണ് പോലീസും എക്സൈസും പിടികൂടുന്നത്. അതിന്റെ പ്രധാന കണ്ണികളിലേക്ക്, ഈ ലഹരി മാഫിയയിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറുമില്ല. അവരിലേക്കാണ് പോലീസിന്റെയും നമ്മുടെ ഭരണകൂടത്തിന്റെയും അന്വേഷണം എത്തേണ്ടത്.